ലീഗ് ഗ്രൂപ്പുകളിൽ സമസ്തക്കെതിരെ പടയൊരുക്കം. മുസ്ലിം ലീഗ് പെരുവല്ലൂർ പഞ്ചായത്ത് 1-ാം വാർഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച. തിരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. കോഴിക്കോട് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച നോമ്പുതുറയ്ക്ക് SKSSF നേതാക്കളെ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതിരുന്നത് ആ പേരിൽ ഒരു വോട്ട് പോലും ലീഗിന് കിട്ടരുതെന്ന് ആഗ്രഹിച്ചാണെന്നും ഓഡിയോ സന്ദേശം. ഇന്ന് സംഘടനാപരമായി തന്നെ ഞാൻ തുറന്നു പറയുകയാണ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി SKSSFനെ റമദാനിൽ ഒരു നോമ്പുതുറ സൽക്കാരത്തിന് ക്ഷണിച്ചിരുന്നു. ഇതൊക്കെ പറയേണ്ടി വരുന്നത് സംഘടനാപരമായി ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ്. വ്യക്തിപരമായി ഞാനൊരു സമസ്തക്കാരനാണ്, ലീഗുകാരനാണ്. ഞാൻ എൻ്റെ വോട്ട് കോണിക്ക് ചെയ്തിട്ടുണ്ട് എന്നതുപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ടാവും. സംഘടന എന്നുള്ള നിലക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല, തീർത്ത് പറയുകയാണ്. അങ്ങനെ SKSFനെ നോമ്പുതുറക്ക് വേണ്ടി വിളിച്ചപ്പോൾ 2-3 പ്രാവശ്യം ജില്ലാ കമ്മിറ്റി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി SKSFൻ്റെ ജില്ലാ കമ്മിറ്റിയെ നോമ്പുറക്കാൻ വിളിച്ചിരുന്നു. നമുക്കൊന്ന് കൂടിയിരിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം, സന്തോഷത്തോടെ ഒന്ന് പിരിയാമെന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അങ്ങനെ നമ്മൾ കൂടിയിരുന്നത് കൊണ്ടെങ്കിലും ഒരു വോട്ട് ലീഗിന് കിട്ടരുത് എന്നുള്ള കുരുട്ടുബുദ്ധിയുള്ള ചുരുക്കം ചില പ്രവർത്തകന്മാർ, അതായത് ചുരുക്കം ചില ആളുകൾ ഒരു സംഘടനയെ, വലിയ സംഘടനയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ലീഗിൻ്റെ ആളുകൾ വിളിച്ചിട്ട് വന്നിട്ടില്ല സംഘടനാപരമായി. പക്ഷേ സമൂഹ നോമ്പുതുറയിൽ SKSFൻ്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ വന്നിട്ടുമുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ. ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും പറയേണ്ടതില്ല. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സംഘടനാ തലത്തിൽ തന്നെ ഈ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അകമൊഴിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കമില്ലതിൽ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിന് ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഒരു ഒരു ചെപ്പിടി വിദ്യയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇനി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ഞങ്ങൾ എത്തിങ്ങാനയിൽ ഒരു സീൻ ഉണ്ടാക്കേണ്ട നിന്നതാ. ഞങ്ങളുടെ ലീഗിൻ്റെ കുട്ടികളെല്ലാം കൂടിയാണ് വന്നിട്ട് എത്തിങ്ങാൻ്റെ കവാടാണ്ട് കിടക്കാൻ കഴിയില്ല. ഞാൻ കരയായിട്ടൊന്നല്ലേ, ഞങ്ങൾ വെറുതെ സീൻ ഉണ്ടാക്കേണ്ട, മറ്റുള്ളവരുടെ ഒരു മോശം വിചാരിച്ചിട്ടാ. വേണ്ട തന്നെ ഞങ്ങൾ അതും ചെയ്യും. ഇത് ലീഗിനെങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷീണം പറ്റുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമസ്തയിട്ട് നിങ്ങൾ കുത്തിർന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ മറ്റേ സമസ്തയിട്ട് ഒറിജിനൽ സംസ്ഥ അല്ല, നിങ്ങളാ സംസ്ഥ ഉണ്ടല്ലോ, അത് ലീഗിനെ എവിടെയെങ്കിലും ക്ഷീണം പറ്റട്ടെ. അപ്പാറ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം. അപ്പാറ ഒരു പള്ളിക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരു പള്ളി, ഒരു മദ്രസ നിങ്ങളെ സമസ്തൻ്റെതാണെന്ന് ഇത് പറയാൻ കഴിയാത്തൊരു അവസ്ഥ ഇവിടെ വരാൻ പോണേ. ചിന്തിക്കാനും അതിൽ അങ്ങേപ്പുറം ബുദ്ധിയുള്ള ആളുകളില്ല. നിങ്ങളാ ബുദ്ധി അങ്ങോട്ടാ പോയത്? തലച്ചോറ് ആരെ കടിച്ചുകൊണ്ടായത്? നിങ്ങളത് എല്ലാത്തിനും ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ലീഗിനെ ക്ഷീണിപ്പിച്ച് ലീഗിൻ്റെ എന്തെങ്കിലും പരാജയപ്പെടുക എന്തെങ്കിലും ചെയ്താൽ നാളത്തെ അവസ്ഥകൾ എന്താ ആലോചിക്കണോ? അത് ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂല. ഇങ്ങനെ ഇത് കുട്ടികളിയല്ല, ഇത് യഥാർത്ഥ കളിയാവും. ഇത് ഞാനൊരാൾ പറഞ്ഞങ്ങൾ നോക്കണ്ട, ഇത് ഒരുപാട് ആൾക്കാർക്ക് പ്രതിഷേധമുണ്ട്. ഇതൊക്കെ കളിയാണ് മാറും. പൈസൻ്റെ ആരും ഈ ബിരുദെടുത്തൊന്നും കാര്യമില്ല. തലച്ചോറിൻ്റെ ഉള്ളത് മുഴുവൻ വിഷം കുത്തി നിറച്ചിക്കാം. ഈ ജാതികളൊക്കെ എന്താ തുടങ്ങിയ കാര്യം? PV ജോഷില ചേരുകയാണ്. ജോഷില, അതായത് സമസ്തക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു പടയൊരുക്കം അത് നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രകടമായി എന്നല്ലേ ഈ ഒരു ഓഡിയോ സന്ദേശം വ്യക്തമാക്കുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ കേട്ടത് ഒരു സമുദായ സംഘടനയും ഒരു രാഷ്ട്രീയ സംഘടനയും തമ്മിലുള്ള വലിയ തർക്കമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു വലിയ തർക്കത്തിലേക്ക് സമസ്ത പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള സംഘട്ടനം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. കാരണം നേരത്തെ ലീഗിന് ലഭിച്ചിരുന്ന ഒരു പിന്തുണ സമസ്തയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ലീഗ് നേതാക്കൾക്ക് തന്നെ നേരിട്ടറിയാം. സുപ്രഭാതം പത്രവുമായി വിഷയമുണ്ടായി. ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ പരസ്യം നൽകാൻ സുപ്രഭാതം പത്രം തയ്യാറായില്ല. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ അനുകൂലമായി വഖഫ് വിഷയത്തിൽ, വഖഫ് PSCക്ക് വിടുന്ന വിഷയത്തിൽ സമരത്തിന്, അതായത് പള്ളികൾ സമരഭൂമിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സമസ്ത സ്വീകരിച്ചു. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ സമസ്ത ഇടതുപക്ഷവുമായി ചേർന്ന് അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്ന് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ലീഗിലെ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളതും അതൊരു പ്രതികാര ബുദ്ധിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ സമസ്ത ലീഗിന് അനുകൂലമായി അല്ലെങ്കിൽ UDFന് അനുകൂലമായി പത്രക്കുറിപ്പ് ഇറക്കണം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തണം. നേരത്തെ സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം
ഇടതിന് അനുകൂലമായുള്ള പ്രസ്താവന ഇറക്കിയത് അത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ നേതാക്കൾ, അതായത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കം നിർബന്ധിച്ചിട്ട് പോലും സമസ്ത ഉമർ ഫൈസി മുക്കത്തെ തള്ളാൻ തയ്യാറായില്ല. അത്തരം ഒരു നിലപാടിലേക്ക് പോകാൻ സമസ്ത തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ലീഗിന് വലിയ ക്ഷീണമാണ്. ഈ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ SKSSF ഇവരുടെ നോമ്പുതുറയിൽ പങ്കെടുത്തില്ല. യൂത്ത് ലീഗ് സംഘടിപ്പിച്ച നോമ്പുതുറയിൽ ലീഗ് നേതാക്കൾ ക്ഷണിച്ചിട്ട് പോലും SKSSF പങ്കെടുത്തില്ല എന്നുള്ളത് ലീഗിന് വലിയ അടിയാണ്. കാരണം തങ്ങളെ കൊണ്ട് ഒരു വോട്ട് പോലും UDF-ന് ലഭിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് സമസ്ത പോയി എന്നുള്ളത് തന്നെയാണ് ഇതിലടക്കം ഈ ഗ്രൂപ്പ് ചർച്ചകളിലടക്കം വിലയിരുത്തപ്പെടുന്നത്. അതിൽ വരുന്ന മറ്റൊരു വലിയ അപകടകരമായ ഒരു ഭീഷണി കൂടിയുണ്ട്. സമസ്ത പണ്ഡിതന്മാർ അല്ലെങ്കിൽ സാമുദായിക നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ സമസ്തയിലുള്ളത്. ഈ സമസ്ത പണ്ഡിതന്മാരെ പള്ളിയിൽ കയറ്റില്ല, ലീഗിനെ തൊട്ട് കളിച്ചാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്നുള്ള ഭീഷണി അടക്കം പള്ളികളെ തകർക്കും, അല്ലെങ്കിൽ പള്ളികളിലേക്ക് നിങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് മത ആചാരങ്ങൾക്കോ ആയി പള്ളികളിൽ പ്രവേശിക്കുന്നത് തടയും എന്നുള്ള അർത്ഥത്തിലുള്ള ലീഗിന് അത് സാധിക്കും. ലീഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പള്ളികളിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ധ്വനി ആ ഒരു ചർച്ചകളിൽ പോലും ഉണ്ട്. അതായത് ലീഗ് തടയും എന്നുള്ളത് തന്നെയാണ് സാമുദായിക സംഘടനാ നേതാക്കളെ ലീഗ് തടയും, പള്ളികളിൽ കയറുന്നത് തടയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭാഷണത്തിൽ പോലും തെളിയുന്നത്. അതായത് ലീഗ് ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ സമസ്തയെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു സംഭാഷണം എന്ന് വേണം പറയാൻ. ജോഷിനെ സൂചിപ്പിച്ച വളരെ പ്രധാനമാണ്, ഒരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട്. കാരണം തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ ലീഗ് സമസ്ത പോര് അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ എത്തിയെന്ന് വേണമെന്നാണ് പറയാൻ. കാരണം PMN സലാമിന്റെ അടക്കം പ്രതികരണം സമസ്തക്കെതിരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, സമസ്തയുടെ മുഖപത്രം അടക്കം കത്തിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തികച്ചും നമ്മൾ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമസ്ത ലീഗ് പോര് അത് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അത് തന്നെയല്ലേ ജോഷിന ഉള്ളത്? തീർച്ചയായും സമസ്തയുടെയും ലീഗിന്റെയും പോര് തെരഞ്ഞെടുപ്പിന് ശേഷവും രൂക്ഷമാകുന്നു. അത് ഇതുവരെ ലീഗ് ഒരു വോട്ടെങ്കിലും കിട്ടിയാൽ എന്നുള്ള ഒരു രീതിയിലേക്ക് ഉണ്ടാതിരുന്നതാണ്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞു, ലീഗ് അതിന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രൂപ്പ് ചർച്ചകൾ. അതായത് സമസ്തയെ തങ്ങൾക്ക് വിലയില്ല, തങ്ങൾ പറയുന്നതനുസരിച്ച് സമസ്ത ചെയ്താൽ മതി, അതല്ലെങ്കിൽ ലീഗിനെ അറിയും, ലീഗ് പ്രവർത്തകർ ഇവരെ സമസ്ത നേതാക്കളെ അടക്കം സമസ്തയുടെ സാമുദായിക നേതാക്കളെ അടക്കം പള്ളികളിലേക്ക് കയറ്റില്ല എന്ന് പറയുന്നതിന്റെ ധ്വനി ഇത് തന്നെയാണ്. അതായത് ലീഗിന് അപ്പുറം സമസ്ത പോകേണ്ടതില്ല എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് നമുക്ക് ഇതിൽ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്നാൽ ഈ ഒരു വാർഡിലെ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് നേതാക്കളൊക്കെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരും ഇടപെടാനോ സമസ്തയ്ക്ക് അനുകൂലമായി പറയാനോ തയ്യാറാകുന്നില്ല. സമസ്തയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അടക്കം നിർത്തിവെക്കണം, ഇനി സമസ്തയുമായി മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടതില്ല, അതായത് സൗഹാർദ്ദപരമായ ചർച്ച ആവശ്യമില്ല. ഇതിനു മുമ്പ് അതായത് നോമ്പുതുറ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ലീഗ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് SKSSF-ന്റെ നോമ്പുതുറയിൽ പങ്കെടുക്കാനായി സമസ്ത നേതാക്കളെ ക്ഷണിച്ചിരുന്നു, യൂത്ത് ലീഗിന്റെ ഈ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ SKSSF നേതാക്കളെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇവർ പോയില്ല. അതിലൊരു സൗഹൃദ സംഭാഷണം നടത്തുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് നോമ്പുതുറ പോലും ഇതിനുള്ള ഒരു വേദിയാക്കി മാറ്റാനായിരുന്നു ലീഗ് ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ്. യൂത്ത് ലീഗിന്റെ പരിപാടിയിലേക്ക് ലീഗ് നേതാക്കൾ നേരിട്ട് ക്ഷണിക്കുകയാണ് SKSSF-ന്റെ നേതാക്കളെ. ഇതുപോലും അതായത് ഒരു വോട്ടിനുള്ള ലക്ഷ്യം എന്ന് പറയുന്ന നോമ്പുതുറ പോലും അതിനായി ഇവർ വിനിയോഗിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ ബോധപൂർവം തന്നെ സമസ്ത നേതാക്കളോ അല്ലെങ്കിൽ SKSSF നേതാക്കളോ തങ്ങൾ പങ്കെടുത്തത് കൊണ്ട് ഒരു വോട്ട് പോലും ലീഗിന് അല്ലെങ്കിൽ UDF-ന് ലഭിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് സമസ്ത നേതാക്കൾ ഇതിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിൽ ചർച്ചയായി വന്നിട്ടുള്ളത്. എന്തായാലും സമസ്തയുമായി ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു സാമ്പത്തിക സഹായവും നൽകേണ്ടതില്ല, മാത്രമല്ല ഇവരെയൊന്നും ഇനി പള്ളികളിൽ കയറ്റേണ്ടതില്ല. ലീഗിന് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ ഇനി അങ്ങോട്ടുള്ള കളി തീക്കളിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ചർച്ചയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ജോഷില അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പറയുകയുണ്ടായി, സമസ്തയ്ക്ക് ഒരു തരത്തിലും സാമ്പത്തിക സഹായം നൽകരുത്, എല്ലാ തരത്തിലും സമസ്തക്കെതിരെയുള്ള നീക്കങ്ങൾ അത് ചടുലമാക്കുക എന്നൊരു കാര്യം തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം തികച്ചും വ്യക്തമാണ്. ഏറ്റവും പ്രധാനമായി എന്താണ് ഈ ഒരു തർക്കത്തിനുള്ള കാരണമെന്ന് പരിശോധിച്ചാൽ ഇടതുമുന്നണിയുമായി അനുഭാവം ഭാവിച്ച കുറച്ച് നേതാക്കൾ സമസ്തയിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കം അത് രൂക്ഷമാകാനുള്ള ഏറ്റവും അടിത്തറ പാകിയ ഒരു കാരണമെന്ന് പറയുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജോഷില,
തീർച്ചയായും സമസ്ത അങ്ങനെ മാറി ചിന്തിക്കുന്നതിൽ വലിയ അത്ഭുതമില്ല. കാരണം ലീഗിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ, ലീഗ് എങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, CAA വിഷയത്തിലടക്കം ഒന്നും പറയാൻ ലീഗിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് UDF-നൊപ്പം ചേർന്നപ്പോൾ UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും CAA വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയത്തിലോ ഒന്നും പറയാൻ ലീഗിന് ഉണ്ടായിരുന്നില്ല. ഇത് സമസ്തയിലെ ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ അതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ നേരത്തെ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് നിന്നവരാണ് ഇവരൊക്കെ തന്നെ. അതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമുദായ സംഘടന ഇടതുപക്ഷത്തോട് ചേരുന്നത് സഹിക്കാനാവാത്ത ഒരുപാട് ലീഗ് പ്രവർത്തകരുണ്ട്. ആ ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. തങ്ങളെ അടക്കം നിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി തങ്ങളടക്കം പറഞ്ഞിട്ടും സാദിഖ് അലി തങ്ങളടക്കം നിർബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ലീഗ് നേതാക്കളടക്കം നിർബന്ധിച്ചിട്ടും ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്താനോ ജിഫ്രി തങ്ങളടക്കമുള്ള ആളുകൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇത് ലീഗിനേറ്റ അടി അത് വളരെ ഭീകരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ അമർഷമുള്ള ലീഗ് പ്രവർത്തകരടങ്ങിയ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ സമസ്തയ്ക്കെതിരെ കൊടുങ്കാറ്റായി ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സമസ്തയെ തകർക്കും എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഗ്രൂപ്പ് ചർച്ചകളിൽ നിന്ന് വ്യക്തമാണ്. ഒരു സമുദായ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഒരു ലക്ഷ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത്രയും കാലം തങ്ങളെ പിന്തുണച്ച ഒരു സമുദായ സംഘടനയാണ് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഈ സമുദായ സംഘടന നേതാക്കളെ പള്ളിയിൽ കയറ്റില്ല, അവരുടെ മതാചാരങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വഴിമാറുന്നു. ഇതിനൊന്നും തന്നെ തടയിടാൻ ലീഗ് നേതാക്കൾക്കോ പ്രാദേശിക നേതാക്കൾക്കോ പോയിട്ട് സംസ്ഥാന നേതാക്കളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് സമസ്തയ്ക്കെതിരെ പരസ്യമായ രീതിയിൽ തന്നെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനവുമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് പ്രവർത്തകരും ലീഗ് നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ശരി, PV ജോഷിലെയാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.